അങ്ങനെ എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടും പൂത്തു തുടങ്ങി. കണ്ടോ, ഇത് കറക്റ്റ് എല്ലാവരും ഞാൻ എൻ്റെ പറഞ്ഞു കേട്ടുള്ള അറിവ് വെച്ചിട്ട് ഏപ്രിൽ മാസമാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ഇത് മാർച്ച് 28-29 ആയപ്പോൾ തന്നെ എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടെല്ലാം പൂത്തു തുടങ്ങി എന്നുള്ളതാണ്. അതിന് ഞാൻ ചെയ്ത ഒരു കാര്യമെന്ന് പറയുന്നത്, കണ്ടില്ലേ, മാർച്ച് മാസത്തിൽ തന്നെ ഇതിൻ്റെ കൊമ്പുകളെല്ലാം ചെറുതായിട്ടിങ്ങനെ മുറിച്ചു, അറ്റമെല്ലാം കണ്ടോ, ഈ കൊമ്പെല്ലാം മുറിച്ചിരിക്കുന്നുണ്ടോ അറ്റം. അപ്പോൾ പെട്ടെന്ന് ഇതിന് പൂക്കാനുള്ളൊരു ടെൻഡൻസി കിട്ടി എന്നാണ് എൻ്റെ വിശ്വാസം. കണ്ടോ, ഇങ്ങനെ, അതായത് പൂക്കുന്നതിന് ഒരു മാസം മുമ്പേ നമ്മളിതിൻ്റെ വളർച്ചയെ ജസ്റ്റ് ഒന്ന് തടുത്തു കൊടുക്കുക, ഇതുപോലെ ഒന്ന് വെട്ടിക്കൊടുത്താൽ പെട്ടെന്ന് കണ്ടോ നിറച്ച് പൂവാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതും കണ്ടോ, ഇത് ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു. ഇതിന് ഞാൻ ഇതുപോലെ വെട്ടിക്കൊടുത്തപ്പം പൂ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ടോ, പൂ വന്നു തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു പ്ലാന്റാണ് കണ്ടോ. ഇത് ഞാൻ ഇതുപോലെ അറ്റം ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രീതിയിൽ പൂ വന്നു തുടങ്ങി എന്നുള്ളതാണ്. ഇതിൻ്റെ കൊമ്പും മുറിച്ചു ഞാൻ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഡ്രാഗൺ ഫ്രൂട്ട് കായ്ക്കുന്നതിന് ഒരു മാസം മുമ്പേ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൊമ്പിൻ്റെ അറ്റം എല്ലാം ഒന്ന് മുറിച്ചു കൊടുക്കുക. നല്ല രീതിയിൽ പൂ വരുന്നതായിരിക്കും. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതേ കണക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ സീസൺ ആവുന്ന സമയത്താണ് ഞാൻ ഇതിനെ മാറ്റി ഒന്ന് സെറ്റ് ചെയ്തത്, ഈ ടയർ വെച്ച് സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കൊമ്പുകളൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒരു കായ്ഫലമായിരുന്നു. ഏകദേശം എനിക്കൊരു പ്ലാന്റിന് ഏകദേശം ഒരു 5-6 കിലോ, എനിക്ക് തോന്നുന്നു 2 പ്ലാന്റിലും കൂടെ എനിക്ക് ഏകദേശം ഒരു 16 കിലോയോളം എനിക്ക് ഡ്രാഗൺ കിട്ടി എന്നുള്ളതാണ് കണക്ക്.